ആത്മകഥ എഴുതാനോ പറയാനോ പറ്റിയ സമയമാണോ എന്നെനിക്കറിയില്ല. 60 വർഷങ്ങൾക്കിപ്പുറം പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഓർമ്മകളും അതിനേക്കാൾ തീവ്രമായ അനുഭവങ്ങളും ജ്വലിച്ചു നിൽക്കുന്നു. പ്രമുഖ എഴുത്തുകാരും രാഷ്ട്രീയക്കാരുമൊക്കെ ആത്മകഥ എഴുതുമ്പോൾ വിവാദങ്ങളും അപവാദങ്ങളും വാർത്തയാകുന്ന കാലമാണിത്. എന്നെപ്പോലെ മറ്റൊരു സ്കൂൾ കഥ പറഞ്ഞിട്ടുണ്ടോന്നും അറിയില്ലാട്ടോ. പകർത്താൻ മാതൃകകൾ ഇല്ലെങ്കിലും പറഞ്ഞു പോകുന്ന ഓരോ വാക്കും ചരിത്രത്തെ തൊടാനും അറിയാനുമുള്ള ശ്രമമാണിത്. ദാരിദ്ര്യത്തിൻ്റെയും വറുതിയുടെയും നാളുകളിൽ കൂടെ നിന്ന് എനിക്ക് ആത്മവിശ്വാസം തന്ന എല്ലാ ദീപങ്ങൾക്ക് മുന്നിലും നന്ദിയോടെ ഞാൻ നമിക്കട്ടെ. ഇനി ഞാൻ എൻ്റെ കഥയിലേക്ക് കടക്കാം. ഈ മനയിലുള്ളവരാണ് എന്നെപ്പറ്റി ആദ്യം ആലോചിക്കാൻ തുടങ്ങിയത്. അപ്പുമേനോൻ എന്ന് നാട്ടുകാർ വിളിക്കണ KP കരുണാകരമേനോൻ എനിക്കൊരു പേരുമിട്ടു, ജനത. ആ പേരിൽ തന്നെ ഉണ്ടാക്കിയ എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആയിരുന്നു എൻ്റെ രക്ഷിതാവ്. കെട്ടിടം പണിയാനായി സൊസൈറ്റിക്കാർ നടുവട്ടത്തൂടെ പരക്കം പാഞ്ഞ കാലം. പണി തീരാത്ത സ്കൂളിലേക്ക് കുട്ടികളെ ചേർത്തത് നമ്മുടെ നമ്പീശിന്റെ PDA മുറിയിലാ. ആ PDA ഇപ്പോഴും ഉണ്ട് അവിടെ, ആ രായിരനെല്ലൂർ UP സ്കൂളിനോട് ചേർന്ന. ആദ്യ കാലത്ത് മദ്രാസ് ഗവൺമെന്റിന്റെ മദ്രാസ് എഡ്യൂക്കേഷൻ ഇതിന്റെ കീഴിലായിരുന്നു സ്ഥാപനം അല്ലെങ്കിൽ സിലബസ്. ആ സിലബസ് വളരെ കഠിനമായിരുന്നു എന്ന് വേണം പറയാൻ. എന്റെ 1ാം ബാച്ചിൽ തന്നെ 2 കവികളുണ്ടായിരുന്നു. കുട്ടികൾക്ക് കഥാ മത്സരം, കവിതാ മത്സരം ഇതൊക്കെ ഉണ്ടായിരുന്നു. സ്ഥിരമായിട്ട് കഥയിലും കവിതയിലും പ്രൈസ് നേടിയിരുന്ന 2 പേര്, ഒന്ന് ഈ അടുത്ത കാലത്ത് മരിച്ചുള്ള കുറുവാന്തോളി ബാലചന്ദ്രൻ, അതുപോലെ പിന്നെ ഒന്ന് ഞാനാണ്. The earth was green, the sky was blue. I saw and heard one sunny morn. A skylark hung between the two. ഓട്ടവും ചാട്ടവും പിന്നെ നമ്മുടെ സായിപ്പിന്റെ ആ ഫുട്ബോളും വോളിബോളും ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ തൃശ്ശൂരിൽ നിന്നൊരു ജോൺ മാഷ് വന്നു. നമ്മുടെ ഈ വിദ്യാലയത്തിൽ ആദ്യം PT മാഷായിട്ട് വന്ന ആളാണ് ജോൺ മാഷ്. ചിന്നമേനോൻ മാഷ് ഹിന്ദി പണ്ഡിറ്റായിട്ടാണ് ഇവിടെ വന്നത്. കുറച്ചു കൊല്ലം കഴിഞ്ഞപ്പോ കോളേജ് വാദ്യാരുടെ ജോലി കിട്ടിയപ്പോഴാ ഇവിടുന്ന് പോയത്. വാസുദേവൻ നമ്പീശനും ഞാനും വളാഞ്ചേരി വൈക്കത്തൂർ UP സ്കൂളിലെ സഹപ്രവർത്തകരായിരുന്നു. അപ്പം അന്നേ എന്നോട് പറയാറുണ്ട്, ഇവിടെ ഒരു ചാൻസ് വരും, അടുത്ത കൊല്ലം തുടങ്ങും, അപ്പോൾ നമുക്ക് നമ്പൂരിപ്പാട്ടിനെ പോയി കാണണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒരു ദിവസം ഞങ്ങൾ 2 കൂടി അങ്ങോട്ട് പോയി. അതാ ചന്ദ്രമണിയല്ലേ? അത് വലിയ പ്രൊഫസർ ആയാലും അവൾ എന്റെ കുട്ടിയല്ലേ. ആദ്യത്തെ യുവജനോത്സവം 57-ലാണ്. അത് നടുവട്ടം കൂർക്കപ്പറമ്പ് അല്ലേ ശശി, അവിടെ വെച്ചിട്ടാണ്. അതിനിടെ ആദ്യത്തെ വാർഷികവും കടന്നു വന്നു. ആ ദിവസം എനിക്ക് നല്ല ഓർമ്മയാ. 1958 ഫെബ്രുവരി 5 ബുധനാഴ്ച. മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരാണ് ഇവിടെ വന്നത്. വന്നു, അവിടെ കയറി സംസാരിച്ചു, കുറെ ചോദ്യം ചോദിച്ചു, അതിനൊക്കെ മറുപടി പറഞ്ഞു നിന്നുകൊണ്ട്. അത് കഴിഞ്ഞ് എൻ്റെ ഓപ്പോളുടെ അവിടെ പോയി ഊണ് കഴിച്ചു. സരസു, നീയൊന്ന് പറഞ്ഞു കൊടുക്കേ നമ്മുടെ ഗാന്ധി ജയന്തി ആഘോഷത്തെ പറ്റി. അല്ല, അന്ന് ശുചീകരണമാരെന്നാ പറയാ, ശുചീകരണമാരുണ്ട്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം ഞങ്ങളെ ഈ മാഷുണ്ട്, പട്രി മാഷ് എന്ന് പറഞ്ഞില്ലേ, കൃഷ്ണയ്യര്, അദ്ദേഹമാണ് ഞങ്ങളെ കോളനിയിലേക്ക് ഈ കൊണ്ടുപോയിട്ട് അവിടെയുള്ള ഈ പിന്നെ നായടി കോളനി എന്നാണ് അന്ന് പറയുക. ആദ്യത്തെ വർഷവും ഞാൻ SSLC പരീക്ഷ എഴുതിയ 2ാം വർഷവും പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളായിരുന്നു ഞങ്ങളുടെ സെൻറ്റർ. ജില്ലാ ഹൈസ്കൂളിൻ്റെ ഉദ്ഘാടനം പരിപാടിക്കാണ് കണ്ടം വെച്ച കോട്ട്
നാടകം അവതരിപ്പിച്ചത്. അത് വായനശാലയുടെ കെ.എസ്.എഴുത്തച്ഛൻ സ്മാരക ഗ്രന്ഥശാലയുടെ പ്രവർത്തകരാണ് അത് സംഘടിപ്പിച്ചത്. അതായത് ജനതാ ഹൈസ്കൂളിൽ നിന്ന് ഗേറ്റ് വെച്ചിട്ട് ആരും അതിന് ജെ എടുത്തു കളഞ്ഞു. ജെ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ANA ആയി, അനാഥ ഹൈസ്കൂളായി. ഒരുപാട് സന്തോഷിച്ചാൽ കരയേണ്ടി വരുന്ന് കാരണവന്മാര് പറഞ്ഞത് എത്ര ശരിയാ. 1958 ഏപ്രിൽ 20 അന്നാണ് ആ ഭീകരൻ വന്നത്. എന്നെയും എന്റെ സ്വപ്നങ്ങളെയും കശക്കിയെറിഞ്ഞ ആ കാറ്റിന്റെ പേടിപ്പിക്കുന്ന ഓർമ്മ. ഓ, അതെങ്ങനെയാ മറക്കാൻ പറ്റുക? അങ്ങനെ കൈപ്പുറം അങ്ങാടി ചുറ്റി നിൽക്കാനുള്ള എന്റെ മോഹം എന്നേക്കുമായി പൊലിഞ്ഞു. ആ കാറ്റിൽ പുതിയ കെട്ടിടത്തിന്റെ ചുമർ അടർന്നു വീണത് പൊതിയിഴിഞ്ഞ മിഠായി പോലെയാണ്. കാറ്റിനെ ഈ ജാതകത്തെ മാത്രം പഴിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഒന്നുറപ്പായി, അവരുറപ്പിച്ചു എന്നെ മാറ്റാൻ. അപ്പോഴും നടുവട്ടത്തുകാർ എന്റെ രക്ഷയ്ക്കെത്തി. പുത്തൻകോട് ശേഖരൻ നായരുടെ കയ്യിൽ നിന്നാണ് ഇക്കാണുന്ന 5 ഏക്കർ 38 സെന്റ് സ്ഥലം വാങ്ങിയത്. ദാ ഈ ആനപ്പാറയോട് ചേർന്നുള്ള സ്ഥലത്ത് എന്നെ കുടിയിരുത്തി. അന്ന് കാര്യങ്ങളൊക്കെ നോക്കി നടത്തിയിരുന്നത് നല്ലയിടത്തെ ചിത്രം നമ്പൂതിരിയായിരുന്നു. എന്റെ 2ാം ജന്മത്തിലും പടുത്തുയർത്താൻ കൂട്ടുനിന്നത് എന്റെ കുട്ടിയോളെന്നെ. ദൂരെ ഇറക്കിയ കല്ലും ഓടും വരി നിന്ന് കൈമാറിയാണ് അവർ ഈ മുറ്റത്തെത്തിച്ചത്. ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ അകപ്പെട്ടതോടെ തകർന്നു വീണ കെട്ടിടത്തിന്റെ കല്ലുകൾ വരെ പടുത്തുവെച്ച പുതിയ ജീവിതം ഊട്ടിയുറപ്പിച്ചത്. ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലയിലെ മികച്ച സ്കൂളും ഓഫീസുമായി എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. ചന്ദ്രേട്ടാന്നെല്ലാരും വിളിച്ചിരുന്ന രാമചന്ദ്രനായിരുന്നു ഓഫീസിന്റെ നട്ടെല്ല്. ഞാൻ ഓഫീസ് ക്ലാർക്കായിരുന്നു. അപ്പോൾ ഓഫീസ് കാര്യമാണ് പറയാനുള്ളത്. അതെന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ഓഫീസിനെ സംബന്ധിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ നല്ല അഭിപ്രായങ്ങൾ പല ഓഡിറ്റ് റിപ്പോർട്ടുകളിലും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ കണ്ടം വെച്ച കോട്ടും കൊടുങ്കാറ്റും കഴിഞ്ഞ് ഞാൻ 25-നോടടുക്കുമ്പോൾ ആ ഭീകരൻ പിന്നെയും വന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൊടുങ്കാറ്റേ, കൊടുങ്കാറ്റ്. 1982 ജൂൺ മാസം 16-ാം തീയതി രാത്രി 9:16 കൈപ്പുറം, നടുവട്ടം എന്നീ ഏരിയകളെ ചുറ്റിപ്പെട്ടുകൊണ്ട് ഒരു ചുഴലിക്കൊടുങ്കാറ്റ് അഞ്ഞടിക്കുകയുണ്ടായി. ജനതാ ഹൈസ്കൂളിന്റെ 12 ക്ലാസ് റൂമുകൾ അടങ്ങുന്ന ഒരു എൽ ടൈപ്പ് ബിൽഡിംഗ് നിലംപൊത്തി. കെട്ടിടം തകർന്നതുകൊണ്ട് ഷിഫ്റ്റ് അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു. അന്നൊക്കെ സർക്കാർ സ്കൂളിൽ മാത്രമേ ഷിഫ്റ്റ് അനുവദിച്ചിരുന്നുള്ളൂ. എന്റെ ഭാഗ്യം, ഷിഫ്റ്റിന് അനുമതി കിട്ടി. പക്ഷേ കുട്ടികളുടെ കാര്യം കഷ്ടായി. കുട്ടികളെ പഠിപ്പിക്കാൻ സൗകര്യമില്ലാത്തൊരു ഇരിക്കാൻ ക്ലാസ് റൂം ഇല്ലാത്തൊരു സൗകര്യം ഉണ്ടായിരുന്നു. 70-80 കുട്ടികളൊക്കെയാണ് ഒരു ക്ലാസ്സിൽ പഠിച്ചിരുന്നത്. ഒടുവിൽ നാട്ടിൽ ഹൈസ്കൂൾ നിലനിൽക്കാൻ വേണ്ടി എന്നെ സർക്കാരിലേക്ക് വിട്ടുകൊടുക്കാൻ മാനേജ്മെന്റ് തീരുമാനിച്ചു. ചുഴലിക്കാറ്റിന്റെ ഫലമായിട്ട് തകർന്ന കെട്ടിടം പുതുക്കി പണിയുന്നതിന് അന്നത്തെ മാനേജ്മെന്റിന് കഴിയാതെ പോയത്. കാരണം അധ്യാപകരെ നിയമിക്കുന്നതിനും മറ്റും മാനേജ്മെന്റ് പൈസ വാങ്ങിയിരുന്നില്ല. 1997 അക്കൊല്ലം കോളേജിൽ നിന്ന് പോന്ന പ്രീ ഡിഗ്രി +2 ആയി എന്റെ പടി കടന്നു വന്നു. 64 വരെ പല സ്കൂളിലും 11-ാം ക്ലാസ് ഉണ്ടായിരുന്നു. +2 വന്നതോടെ 2ാം തവണ എന്റെ പേര് മാറി. തിരുവേഗപ്പുറ പഞ്ചായത്തിലെ ഒറ്റൊരു ഹയർ സെക്കൻഡറിയായി ഞാൻ മാറി. ഓണം കഴിഞ്ഞ് സ്കൂൾ തുറന്നപ്പോ 4 ആളിൽ 3 പേർ സ്ഥലം മാറ്റം വാങ്ങിപ്പോയി. ഒരു ടീച്ചറും 60 കുട്ടികളും. ഞാൻ മാത്രമാണ് അന്ന് ട്രാൻസ്ഫറിന് അപേക്ഷ കൊടുക്കാതെ ട്രാൻസ്ഫർ വാങ്ങാതെ ഇവിടെ നിന്നിരുന്ന ടീച്ചർ. അപ്പോൾ ഈ ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് 2 ബാച്ചിൽ 6 വിഷയങ്ങൾ, അതായത് 4 ഓപ്ഷണൽ, സെക്കൻഡ് ലാംഗ്വേജ്, ഇംഗ്ലീഷ്, ഇത്രയും പീരീഡുകൾ മാനേജ് ചെയ്യാൻ അധ്യാപകരില്ലാതെ 1.5 മാസം വളരെയധികം കഷ്ടപ്പെട്ടു പറഞ്ഞാൽ കുട്ടികളുടെ കാര്യമായതുകൊണ്ട് അതൊരു കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല.
21 കൊല്ലം നീണ്ട ഷിഫ്റ്റ് ഒഴിവാക്കിയത് 2002 ഭുവന ടീച്ചറുടെയും PTA-യുടെയും ഇച്ഛാശക്തി ഒന്നു മാത്രമാണ് അതിന് കാരണം. ഭാഗ്യക്കുറി നറുക്കെടുപ്പിലൂടെ പണം പിരിച്ച് PTA ഹാൾ ഉണ്ടാക്കി. അതോടെ എല്ലാവരുടെയും സമയം 10 തൊട്ട് 4 വരെയായി. നന്മ എന്ന വാക്കുകൊണ്ട് നടുവട്ടം ജനതയുടെ ചരിത്രത്തിലേക്കാണ് ഭുവന ടീച്ചർ കയറിയിരുന്നത്. ഷിഫ്റ്റൊക്കെ മാറ്റിയപ്പോൾ സർക്കാർ എനിക്ക് 2 സയൻസ് ബാച്ച് തന്നു. +2 കുട്ടികളുടെ എണ്ണം ഇരട്ടിയായി. ആദ്യത്തെ കൊല്ലം 72 ആയിരുന്നു വിജയ ശതമാനം. പിന്നത്തെ കൊല്ലം 83. പാലക്കാട് ജില്ലയിലെ സർക്കാർ സ്കൂളുകളിൽ 2ാം സ്ഥാനം കിട്ടി. പരീക്ഷ ജയിച്ചതിലേ. കലാമത്സരങ്ങളിലും ആദ്യം മുതലേ എന്റെ പേര് മുഴങ്ങിക്കെട്ടു. ചിത്രരചന, കോൽക്കളി, നാടകം, ഡാൻസ്, അങ്ങനെ കലാവാസനയുള്ളവരായിട്ടാണ് അവർ വളർന്നത്. 4 കൊല്ലായിട്ട് ഉപജില്ലാ കപ്പ് എന്റെ കുട്ടികൾക്കാ കിട്ടിയതേ. സർക്കാർ എനിക്ക് 2 ബാച്ചും കൂടി തന്നു, കമ്പ്യൂട്ടർ സയൻസും ജേർണലിസവും. നമ്മുടെ ജില്ലയിലാകെ 5 സ്കൂളിലെ ജേർണലിസം പഠിപ്പിക്കുന്നുള്ളൂ. ഇവിടെ പത്രമൊക്കെ കണ്ടിട്ടുണ്ടെന്നല്ലാതെ കുട്ടികളെ പത്രം ഉണ്ടാക്കണത് ഞാൻ ആദ്യം കാണുക. സ്റ്റുഡന്റ് ജേർണൽ എന്നായിരുന്നു അതിന്റെ പേര്. അതെനിക്ക് നല്ല ഇഷ്ടായി. അതിന്റെ അടുത്ത കൊല്ലം അവർ പേര് മാറ്റി. എന്റെ പേര് തന്നെ ഇട്ടു, ജനതാ ജേർണൽ. ഒന്നല്ല, ഇന്ന് 2 റേഡിയോ നിലയങ്ങളാണ് ഇവിടെ. ഹൈസ്കൂളിൽ ജനതാ റേഡിയോ, ജനതാവാണി ഹയർ സെക്കൻഡറിയിലും. 2008 ഏപ്രിലിൽ എന്റെ രാജൻ മാഷ് പോയി. തന്റെ സ്വപ്നങ്ങൾ വിദ്യാർത്ഥികളിലൂടെ യാഥാർത്ഥ്യമാക്കാനാണ് മാഷ് നോക്കിയത്. കരിങ്ങനാട് മാഷ് കവിയായിരുന്നു. ക്യാംപ്ലസ് എന്ന സംഘടനയൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഒരു കോളേജ് അന്തരീക്ഷം ഉണ്ടാക്കാനാണ് രാജൻ മാഷ് ശ്രമിച്ചത്. NSSന്റെ പ്രോഗ്രാം ഓഫീസറായി തിളങ്ങാനും മാഷിന് പറ്റി. ഷാരടി മാഷയ്ക്ക് ശേഷം സംസ്ഥാന അവാർഡ് കിട്ടിയത് പ്രദീപ് മാഷക്ക. കുട്ടികളുടെ മനസ്സറിയാൻ കഴിയുന്നതാണ് മാഷിന്റെ വിജയരഹസ്യം. ആ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് എനിക്കിപ്പോ ഒരു ബാൻഡ് ടീമിനെ കൂടി തന്നിട്ടാ മാഷി പഠിപ്പുര കടന്നു പോയത്. 1994 ശേഷമാണ് സർക്കാരിന്റെ കടലാസ് വന്നോണ്ട് പിന്നെ കുട്ടികളോട് യൂണിഫോം ഇടാൻ പറഞ്ഞത്. അന്ന് നീലയും വെള്ളയായിരുന്നു. ഇപ്പോ കോട്ടും ഫോട്ടോവും വെച്ച കാർഡൊക്കെ ഉണ്ടെന്നേ. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോ കമ്പ്യൂട്ടർ വന്നു. ലംബോദരം മാഷും റസാഖ് മാഷുമായിരുന്നു അതിന്റെ മാഷന്മാര്. പട്ടാമ്പി ഉപജില്ലാ കലോത്സവത്തിൽ ആദ്യമായിട്ട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിജയികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇവിടെ കുട്ടികൾക്ക് ഉച്ചയൂണ് കൊടുക്കുന്നുണ്ട്. ഖദീജ വെക്കണം. കുട്ടികൾ വിളിക്കണതേ കഞ്ഞിത്താത്താന്നാണ്. ചിലപ്പോ കുട്ടികൾ വന്ന് താത്തയെ സഹായിക്കുകയും ചെയ്യും. ഇതാ ഈ സ്റ്റേജും ഗ്രൗണ്ടും ഒക്കെ എന്റെ കുട്ടികൾ ഉണ്ടാക്കി തന്നതാ. അവര് കാശ് പിരിച്ചെടുത്ത് തറപടുത്തു. പിന്നെ പരിപാടിക്ക് അതിന്റെ മേലെ പന്തല് കെട്ടുകയായിരുന്നു. അധ്യാപകരും മാനേജ്മെന്റും കൂടി ചുമര് പണിത് സ്റ്റേജ് ഉണ്ടാക്കി. പിന്നെ അത് ക്ലാസ് ആയും സ്റ്റേജായും ഉപയോഗിക്കാൻ തുടങ്ങി. എന്റെ കുട്ടി PP ഉണ്ണികൃഷ്ണന്റെ സ്മാരകാണിത്. ജനത എന്ന് പറഞ്ഞ ക്ലാസ് മുറിയും കെട്ടിടവും മാഷന്മാരും കുട്ടികളും മാത്രമല്ല, ആനപ്പാറയും ചീനിമരവും തത്തമ്മക്കൂടും ഇതൊക്കെ എന്റെ ശരീരഭാഗങ്ങൾ തന്നെയാണേ. ഇതാണ് ആനപ്പാറ. ഞാൻ ഇവിടെ വരും മുമ്പേ എനിക്ക് വേണ്ടി കാത്തു നിന്നവൻ. അയാൾ കാരണം പണ്ട് എനിക്കൊരു വിളിപ്പേരുണ്ടായിരുന്നു, ആനക്കല്ല് സ്കൂൾ. എന്റെ കുട്ടികൾക്കും എന്റെ ഒരു ക്ലാസ് മുറിക്ക് വരെ വിളിപ്പേരുണ്ടായിരുന്നു. അപ്പ പിന്നെ എന്നെ അങ്ങനെ വിളിച്ചതിൽ എന്താ അതിശയം. ഈ ചീനിച്ചോട്ടില് കാറ്റുകൊണ്ടിരിക്കാൻ എന്ത് രസാ അല്ലേ? ഹായ്. ഇവിടെ തന്നെയാ അസംബ്ലി നടക്കണത്. എന്റെ കുട്ടികൾക്ക് വെയിൽ കൊള്ളാതിരിക്കാൻ ഇരട്ടകൾ പച്ചക്കുട നിർത്തി വെച്ചിരിക്കുക. ഇവരെ പറ്റി നമ്മുടെ രാമമാഷ് ഒരു കവിത എഴുതിയിട്ടുണ്ട്. 10 കഴിഞ്ഞിട്ടും TC കിടച്ചിട്ടും
അതാ രാമമാഷ് ചൊല്ലുണ്ടല്ലോ അത്. പാഠാലയം വിട്ടുപോകാൻ മടിച്ച രണ്ടോ മനച്ചങ്ങാതിമാർ 10 കഴിഞ്ഞിട്ടും TC കിടച്ചിട്ടും തമ്മിൽ പിരിഞ്ഞിടാത്തോ. എന്തു ചെയ്യണം ഇനി എന്നു ചിന്തിച്ച് നൊന്തു കരഞ്ഞ നേരം കണ്ണുനീരെല്ലാം തളിരിലയായി ഊന്നി നിന്ന കാൽ വേരുകളാ. തങ്ങൾ തൻ കെട്ടടങ്ങാത്ത ചങ്ങാത്തമോ മണ്ണിതിൽ പൂന്തണലായി. വിദ്യാലയത്തിനോടൊപ്പമീ മുറ്റത്ത് പന്തലിക്കാനുറച്ചോ. കേട്ട പാഠങ്ങൾ കുസൃതികൾ തേങ്ങലും ഓർത്ത് രസിച്ചിടുന്നോ. കാത്തു നിൽക്കുന്നു ദശാബ്ദങ്ങളായി കളിച്ചാർക്കുന്ന ബാല്യമേ നിന്നെ. വിദ്യാലയത്തിനോടൊപ്പം ഈ മുറ്റത്ത് പന്തലിക്കാനുറച്ചോ. കേട്ട പാഠങ്ങൾ കുസൃതികൾ തേങ്ങലും ഓർത്ത് രസിച്ചിടുന്നു. കാത്തു നിൽക്കുന്നു ദശാബ്ദങ്ങളായി കളിച്ചാർക്കുന്ന ബാല്യമേ നിന്നെ. ഞങ്ങൾക്ക് തന്നു തണൽ ദലമർമര സംഗീതവും നല്ല കാറ്റും. ജീവൻ വെടിഞ്ഞു പോകും വരെ ഞങ്ങൾക്ക് പൂവിടാൻ ശുദ്ധവായു. തമ്മിൽ പിരിയാതെ ഒന്നിച്ചു നീങ്ങുവാനുള്ള സന്ദേശവും. നോക്കൂ, രണ്ടിളം പൈതങ്ങൾ അത്ഭുത സൗഹൃദ ദേവകളായി വളർന്നിപ്പോൾ നമ്മുടെ മുറ്റത്ത് അനുഗ്രഹം തൂകിയേ നിൽക്കുന്നു. നാം നമിക്കുന്നു. ഞങ്ങൾക്ക് തന്നു തണൽ. മാഷന്മാരും ടീച്ചർമാരും സർവകലാശാല എന്ന് വിളിച്ച നെയ്ത്തുശാല കുട്ടികളുടെ തത്തമ്മക്കൂടായി. ആരാ അങ്ങനെ വിളിച്ചതെന്നൊന്നും അറിയില്ല. അതെന്നും എന്റെ സ്വന്തം തത്തമ്മക്കൂടാണ്. വിദ്യാർത്ഥി ജീവിതം സ്വർഗമാം സുഖം പാഴാക്കരുതേ സോദര. ഈ വിദ്യാർത്ഥി ജീവിതം തീക്കുകിൽ നാം നരക നിവാസമായി തോന്നിടും. എന്റെ ഖദീജയുടെ പാട്ടാണത്. പെൺകുട്ടികൾക്ക് പഠിക്കാൻ പറ്റാത്ത കാലത്ത് തട്ടമിട്ട് എന്റെ പടി കടന്നു വന്ന ആദ്യത്തെ കുട്ടിയാ എന്റെ ഖദീജേ. അവളെന്നും എന്റെ വിപ്ലവ നായികയാണ്. ഒരുപാട് ഖദീജമാര് ഇവിടെ പാടിക്കൊണ്ടേയിരിക്കുന്നു, പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവിടെ പഠിച്ച് ഈ പടി ഇറങ്ങിപ്പോയ കുട്ടികൾ ആരും എന്നെ മറക്കില്ല. ഞാൻ അവരെയും മറക്കില്ല. പറഞ്ഞാൽ തീരാത്ത അത്രയും ഓർമ്മകൾ അവരെക്കുറിച്ച് എനിക്കുണ്ട്. എൻ്റെ എല്ലാ മക്കളും എനിക്ക് ഒരുപോലെയാ, ഒരു വ്യത്യാസവും ഇല്ല. എൻ്റെയും എൻ്റെ കുട്ടികളുടെയും വളർച്ചയിൽ ഞാൻ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. എന്റെ കഥ ഇഷ്ടായോ? എന്തായാലും ഞാനിവിടെ തൽക്കാലം നിർത്തട്ടെ. എന്നാ ശരി.